ഹലോ ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോറിതംസ് മൊഡ്യൂൾ 1-ലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് S3-ലെ സബ്ജക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രോബ്ലംസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ ഫ്രീക്വൻസി കൗണ്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് ഫ്രാഗ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ കോഡ് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര പ്രാവശ്യം ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫോർ ലൂപ്പാണ്. ഫോർ i = 0, i <n, i++. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് n+1 ആണ്. n ടൈംസ് എന്തായാലും, കാരണം വേരിയബിൾ n ആയതുകൊണ്ട് n ടൈംസ് എന്തായാലും വർക്ക് ചെയ്യും. പിന്നെ ഒരു പ്രാവശ്യം കൂടി n+1th ടൈമും കൂടി ഒന്ന് ചെക്ക് ചെയ്യും. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണല്ലോ അത് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്കിങ് n+1 ടൈംസ് നടക്കും. ഇനി അതിൻ്റെ ഉള്ളിലെ ഫോർ ലൂപ്പ് ഒരു ഐട്രേഷൻ ഫോർ ദി ഔട്ടർ ഫോർ ലൂപ്പ് n+1 ടൈംസ് നടക്കും. പക്ഷേ ഇന്നർ കണ്ടൻറ്റ് ഓഫ് എ ലൂപ്പ് n ടൈംസ് എന്തായാലും നടക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും n+1 ടൈം എക്സിക്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ n ടൈംസിന് അത് അങ്ങനെ എക്സിക്യൂട്ട് ആകുമ്പോൾ n×n+1 ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് n² ടൈംസ്, രണ്ട് n-ൻ്റെയും ഒരു n-ൻ്റെ ഉള്ളിൽ വേറൊരു n, അങ്ങനെ n² ടൈംസ് ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അടുത്തത് n² + n = bigO of n³. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ n² എന്ന് പറയുന്നത് <= സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു n³. അതായത് ആ ഒരു ഫങ്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ n എന്ന് പറയുന്നതും <= സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു n³ ആയിരിക്കും ഓൾവേസ്. അപ്പോൾ അത് രണ്ടും n³ താഴെയാണ്. n³ അതിൻ്റെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ സ്വാഭാവികമായി ഇത് രണ്ടിൻ്റെയും അഡീഷനിലും അതിൻ്റെ അപ്പർ ബൗണ്ട് n³ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് n² + n-ൻ്റെ അപ്പർ ബൗണ്ട് n³ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ ഫോളോയിങ് ഇസ് ട്രൂ ഓർ നോട്ട്. 2n+1 ഈസ് ഇൻ ഓർഡർ bigO ഓഫ് 2n എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2n+1 എന്ന് പറയുന്നത് എന്താണ്? 2n × 2 ആണ്. That means some constant into 2n. That means it is <= c into 2n. അതായത് bigO of 2n. അപ്പോൾ അത് ട്രൂ ആണ്. അടുത്തത് ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ചിൻ്റെ വേർസ്റ്റ് ആൻഡ് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൊഡ്യൂൾ 5-ലും വരുന്ന ഒരു ടോപ്പിക്കാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഒരു എറേ ഓഫ് n എലമെൻറ്റ്സ് ഉണ്ടാവും. നമുക്കൊരു സെർച്ച് എലമെൻറ്റ് അതിലുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് ലാസ്റ്റ് എലമെൻറ്റ് വരെ സെർച്ച് ചെയ്യും. എപ്പോഴെങ്കിലും ആ എലമെൻറ്റിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് സെർച്ച് അവസാനിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ വേർസ്റ്റും ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൊഡ്യൂൾ 5-ലും വരാറുണ്ട്. അപ്പോൾ ഇവിടെ വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആ എറേ മൊത്തം സെർച്ച് ചെയ്തിട്ട് അതിൽ കിട്ടാതിരിക്കുക എന്നുള്ളതാണ് വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത്. എലമെൻറ്റ് നോട്ട് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ലീനിയർ സെർച്ചിൻ്റെ കോഡാണത്. ഫോർ i = 0 to n, i++. ഓരോ പ്രാവശ്യം നമ്മൾ എറേ ഓഫ് i വെച്ച് ചെക്ക് ചെയ്യും. എക്സ് ആണോ, നമുക്ക് വേണ്ട എലമെൻറ്റ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ അടിക്കും. അതോടുകൂടി ആ ലീനിയർ സെർച്ച് അവസാനിക്കും. ഇല്ലെങ്കിൽ അടുത്ത എലമെൻറ്റിന് എടുക്കും. ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതൊരു ഡിക്ലറേഷൻ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ. ഫോർ ലൂപ്പ് n+1 ടൈംസ് വർക്ക് ചെയ്യും. എറേ ഓഫ് i = x എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം കണ്ടൻറ്റ് ഓഫ് ദി ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും അത്രയും ടൈം അത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ അൺടിൽ ദി ലാസ്റ്റ് എലമെൻറ്റ് വരെ ചെക്ക് ചെയ്യണം. കാരണം എലമെൻറ്റ് ഇസ് നോട്ട് പ്രസൻറ്റ്, അതാണ് വേർസ്റ്റ് കേസ്. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് വരെ നമ്മളിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് n ടൈംസ് എന്തായാലും ആ കമ്പാരിസൺ വർക്ക് ചെയ്യും. റിട്ടേണിങ് എന്നുള്ളത് ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് അതാണെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ. അപ്പോൾ റിട്ടേൺ എന്തായാലും ഒരു പ്രാവശ്യമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ്. അതായത് c1 × 1 + c2 × n+1 + c3 × n + c4 അങ്ങനെ. അപ്പോൾ നമുക്ക് ഓർഡർ ഓഫ് n-ലാണ് ടൈം കോംപ്ലക്സിറ്റി കിട്ടുക. ഇനി ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഇസ് ഫൗണ്ട് അറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ ഇറ്റ്സെൽഫ്. അതായത് ആദ്യമേ തന്നെ നമുക്ക് ആ എലമെൻറ്റിനെ കിട്ടി. അപ്പോൾ നമ്മൾ ഫുൾ ആ ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഫസ്റ്റ് ചെക്കിങ്ങിൽ നമുക്ക് കിട്ടും.
അങ്ങനെയാണെങ്കിൽ ഈ ഫോർ ലൂപ്പ് ഒരു തവണയേ വർക്ക് ചെയ്യുള്ളൂ. എറേ ചെക്കിങ് കമ്പാരിസണും ഒരു പ്രാവശ്യമേ വർക്ക് ചെയ്യുള്ളൂ. കാരണം ഫസ്റ്റ് എലമെൻ്റ് തന്നെ നമുക്ക് വേണ്ട എലമെൻ്റ് ആണ്. അപ്പോൾ ആ റിട്ടേണിങ് ഒരു പ്രാവശ്യമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടൈം ആയിരിക്കും. C1 + C2 + C3 + C4, അതായത് ഓർഡർ ഓഫ് 1 കോൺസ്റ്റൻറ്റ് ടൈം കോംപ്ലക്സിറ്റിയിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ലീനിയർ സെർച്ച് ബെസ്റ്റ് കേസിൽ ടൈം കോംപ്ലക്സിറ്റി കോൺസ്റ്റൻ്റ് ആണ്, വേഴ്സ്റ്റ് കേസിൽ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ഇതാണ് ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.